നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാച്യൂവിൻ്റെ അടുത്തുള്ള പ്ലാൻ പ്ലാനറ്റിലാണ്. അപ്പോൾ നമുക്ക് പ്ലാൻ പ്ലാനറ്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് അഭിജിത്തിനോട് ചോദിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളിവിടെ കണ്ട കൂടുതൽ സ്റ്റാച്യൂസും ബുദ്ധയുടെ ആയിരുന്നു. എന്താണ് ബുദ്ധയും ഇൻഡോർ പ്ലാന്റ്സും തമ്മിലുള്ള റിലേഷൻ ഒന്ന് പറയുമോ? ബുദ്ധ വീട്ടിനകത്ത് വെക്കുന്ന ഒരു ഐശ്വര്യമാണ്, പിന്നെ ഒരു പീസാണ്, പീസായിട്ട് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ച് മേടിക്കാറുണ്ടോ പല സൈസിലെ? പ്ലാന്റിങ് സെറ്റ് ചെയ്ത് ബുദ്ധ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഈ പല സൈസ് വരുന്നതിന് പല റേറ്റ് വരും അല്ലെ? പല മെറ്റീരിയലും അല്ല. കളർഫുള്ള് ഞാൻ കണ്ടു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടു. ഇത് ഇത് എടുക്കാം അല്ലേ? അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചേക്കാം. പറയുന്ന അനുസരിച്ച് ആ ബുദ്ധ ഏത് സ്റ്റാച്ചു ആണോ അത് സെറ്റ് ചെയ്ത്. ഏറ്റവും കൂടുതൽ പോകുന്ന പ്ലാന്റ് ഏതാ? അത് ഇസ പ്ലാന്റ്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇൻഡോർ എയർ പ്യൂരിഫയർ ആണ്. വാട്ടറിംഗ് ഒക്കെ കുറച്ച് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നനച്ചാൽ മതി. ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്? 250. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാ. ഈ ഇതിന്റെ ഇത് ഏത് ടൈപ്പ് പ്ലാന്റ്? ഇത് പെപ്പറോമിയ പറയുന്ന പ്ലാന്റ് റേറ്റ് ആണ്. പെപ്പറോമിയ ഇത് സെയിൽ ചെയ്യുമ്പോഴേ ഇത്രയാണോ കൊടുക്കുന്നത്? വിത്ത് അതായത് പ്ലാന്റ് ഇത്ര പ്ലാന്റ് മാത്രമാണെങ്കിൽ പ്ലാന്റ് മാത്രം ഇങ്ങനെ കൊടുക്കും. ഒരു പോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് പോട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് തരിക അതിൽ. പിന്നെ ഈ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഇതിന് എത്രയാ വാട്ടറിങ്? ആഴ്ചയിൽ ഒരിക്കൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ. ഇത് 3 ദിവസത്തിൽ ഒരിക്കൽ വരും. നല്ല ഭംഗിയില്ലേ? എനിക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്നും അറിയത്തില്ല, പക്ഷേ ഇത് കാണാൻ നല്ലത്. എനിക്കൊന്ന് ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സിനും ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഡിസൈൻ ചെയ്ത് തരും. നമുക്ക് ഇഷ്ടമുള്ള ഏത് പോട്ടാന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ പോട്ടിൽ നമുക്ക് വേണ്ട സ്റ്റാച്യൂസ് ഏതാണെന്ന് വെച്ചാൽ അതും അവർ ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ ഏത് പൊസിഷനിൽ വെക്കണമെന്നുള്ള രീതിയിൽ തന്നെ ഇവർ ഡിസൈൻ ചെയ്ത് തരും. പിന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ തോന്നിയ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്, കുറേ സെലക്ഷൻ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ക്യാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്, നല്ല തണുപ്പുണ്ട്. പിന്നെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, കടയിൽ കുറേ പോട്ട്സ് ഉണ്ട്. ഇത് നോക്കിക്കേ, നല്ല കളർഫുൾ പോട്ട്സ്. ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാമെന്ന് വെച്ചോ, അഫോർഡബിൾ. നമുക്കൊരു നമ്മുടെ ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, പക്ഷേ നമ്മുടെ കയ്യിൽ അധികം ക്യാഷ് ഇല്ല. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടും. ഈ പ്ലാന്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീക്ക്ലി 1 അല്ലെങ്കിൽ 3 days ഒക്കെ കൂടുമ്പോൾ മാത്രം നമ്മൾ വാട്ടർ ചെയ്താൽ മതി. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കറിയാലോ, എയർ പ്യൂരിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കാണാൻ വളരെ പീസായിട്ട് തോന്നും. നമ്മുടെ മുറിയിലൊക്കെ തന്നെ ഇത് വെച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നും അല്ലേ? ഇത് കണ്ടാൽ കാരണം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നോക്കിക്കേ, ഈ പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ലീവ്സ് ഒക്കെ കണ്ടോ, ആ കളർ വേരിയേഷൻ കണ്ടോ, ആ വെയിൻസ് ഒക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് കളർഫുൾ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ കളർഫുൾ ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു ഡേ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഫീലിംഗ് വരും. വേറൊരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സ്ക്വയർ ഷേപ്പിലെ ബോക്സ് കണ്ടോ? ഇത് കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കില്ലേ? സ്റ്റാൻഡേർഡ് ലുക്ക് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് കാണുമല്ലോ. എല്ലാ വീട്ടിലും കാണും പുറമേ ഉള്ളൊരു ഔട്ടർ സ്പേസ്. ആ ഔട്ടർ സ്പേസിൽ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ കാണാൻ? ആ ഒരു നമ്മൾ നീറ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അടുത്ത പ്ലാന്റ് കാണിച്ചു തരാം. ലീവ്സ്, ഈ ലീവ്സ് പൊളിയല്ലേ? ഈ ലീവ്സിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ നോക്കിക്കേ, കളർ വേരിയേഷൻ കണ്ടോ? ഈ ഗ്രീൻ ഷെയ്ഡിനിടയിൽ ഒരു വൈറ്റ് ക്രീമി ലെയർ ഷെയ്ഡും പ്ലസ് അതിൻ്റെ നടുക്കൂടെ പോകുന്ന വെയിൻസിന് ഒരു പിങ്ക് കളറും ഉണ്ട്. അപ്പോൾ ഈ കളറും ഇതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലൊരു അട്രാക്ഷൻ, പീസ്, കാം, ക്വൈറ്റ്നെസ് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയൊരു സാധനം, ഈ ഡോഗിനെ കണ്ടോ? ഇതുപോലെ 2-3 ഡോഗ്സ് ഉണ്ട് കേട്ടോ പല സ്പേസിൽ. പക്ഷെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് അതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ. എനിക്ക് തോന്നുന്നത് 2800 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്പെഷ്യലൈസ്ഡ് ചെയ്ത് ഓരോന്നും നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, പ്ലാന്റ് പോട്ട് കണ്ടോ? ഒന്ന് പോട്ട് സൂം ചെയ്തേ. ഈ പോട്ടിൻ്റെ ഡിസൈൻ കണ്ടോ? ട്രീ വലിയ മരങ്ങളുടെയൊക്കെ ബാർക്കില്ലേ, ആ പുറം ഭാഗം, ആ ഭാഗത്തിൻ്റെ പോലെയാണ് ഈ പോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അന്ന് വലിയ പെയിൻ്റ് ഒന്നും കൊടുത്ത് ഇതിനെ വലിയ രീതിയിൽ അട്രാക്ഷൻ പോലെ വെച്ചിട്ടില്ല, പക്ഷേ വളരെ എന്താ പറയുക, നല്ല നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പോട്ടും പിന്നെ ഈ ലീവ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ ചെയ്യേണ്ട രീതിയെപ്പറ്റി വലിയ ധാരണയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഐ തിങ്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് കണ്ടോ? ഇത് കണ്ടോ?
പോട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ കണ്ടിട്ട് തോന്നുന്നത്? ഇതിങ്ങനെ റിങ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നില്ലേ? ഈ നമ്മുടെ അതും ഈ ലീവ്സ് തന്നെ, ഈ ലീവ്സൊക്കെ തൊട്ട് നോക്കിയാൽ നമുക്കൊരു പ്ലാസ്റ്റിക് ഷെയ്ഡ് ഫീലിംഗ് ഉണ്ട് അല്ലേ? ഈ ലീവ്സൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ അടുത്തത് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. ഇത് കണ്ടോണേ, ഇതൊന്ന് സൂം ചെയ്ത് നോക്കിക്കേ. ഇതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് പറഞ്ഞുതരാം. ഇതിനകത്ത് പെബിൾസ് കണ്ടോ? ബ്ലൂ കളർ പെബിൾ, ഗ്രീൻ കളർ പെബിൾ, വൈറ്റ്, പിന്നെയും ബ്ലൂ വൈറ്റ്, ബാക്കിൽ കളർഫുൾ പെബിൾസ് ആണ് ഇട്ടേക്കുന്നത്. സ്മോൾ പെബിൾസ് ആണ്. പിന്നെ സ്റ്റാച്യൂസിൻ്റെ പോലെ നോക്കിയാൽ ആ ഒരു പീസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധ സ്റ്റാച്യൂ ഉണ്ട്, പ്ലസ് ഒരു ഡീറും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പ്ലാന്റ്സ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഒന്നിൽ കുറച്ച് മുള്ളൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു തോണി സർഫസ് ഉള്ള ഒരു പ്ലാന്റും, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ലെയർ നമുക്ക് ഫീൽ ചെയ്തൊക്കെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ച്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഗ്ലാസി സർഫസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സർഫസിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് തോന്നുന്നു. ബിക്കോസ് കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കളർഫുൾ പെബിൾസിന് എപ്പോഴും അട്രാക്ഷൻ ഉണ്ട്. വേറൊരു ഇത് പോട്ട് കാണിച്ചു തരാവേ. നല്ല ഭംഗിയില്ലേ? ഈ പോട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന് താഴെ ഇത് ഈ ഒരു ഇങ്ങനെ ഒരു സർഫസിൽ നമ്മൾ പ്ലേസ് ചെയ്താൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ടു സീ. ബിക്കോസ് ഇതിൽ ഈ 1, 2, 3, 4 അങ്ങനെ 4 ലെയേഴ്സ് ആയിട്ട് ഒരു സ്റ്റെപ്പി സർഫസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സാധാരണ ബോക്സ് വരുമ്പോൾ നമുക്കൊരു കർവ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ 4 സ്റ്റെപ്പി സർഫസ് വരുന്ന കാരണം ഇത് നല്ല ഇതിനൊരു ബേസ്മെൻ്റ് ഉണ്ട്. വേറൊരു ടൈപ്പ് സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഒരു ചെയർ, 2 ചെയർ, നടുക്കുള്ള ടേബിള്. ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പി ലെയർ ആയിട്ട് കണ്ടു വെച്ചിരിക്കുന്നുണ്ട്. നല്ല കളർഫുൾ. എനിക്ക് ഈ പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ അല്ലേ? കളർഫുൾ സർഫസിൽ ഇൻഡോർ പ്ലാന്റ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുക. പ്ലസ് ഒരു സൈക്കിൾ ഉണ്ട്. സൈക്കിളിൻ്റെ റേറ്റ് ഈസ് 450. വേണ്ടവർക്ക് വാങ്ങാം. വെരി സിമ്പിൾ. വേറൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ മുമ്പേ കണ്ടത് ഒരു ഇരിക്കുന്ന ബുദ്ധ സ്റ്റാച്യു ആയിരുന്നു അല്ലേ? ഇപ്പം നമ്മൾ കാണുന്നത് ഒരു എന്താ പറയുക, മുട്ടിന്മേൽ തലയൊക്കെ വെച്ചിട്ട് കൈയൊക്കെ വെച്ച ഒരു ബുദ്ധ സ്റ്റാച്യു ആണ്. പ്ലസ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന വൈറ്റ് പെബിൾസും ബാക്കിൽ കൊടുത്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ പെബിൾസിനൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഗ്രാവൽ സ്റ്റോൺസ് ആണ് ഈ പെബിൾസ്. പ്ലസ് 3 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. 1 പ്ലാന്റ്, 2 പ്ലാന്റ് ആൻഡ് 3rd പ്ലാന്റ്. 3rd പ്ലാന്റ് മുമ്പേ പറഞ്ഞ ഒരു തോണി സർഫസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിനെ തൊട്ട് നോക്കി തന്നെ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. തൊടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഡീറുണ്ട്. ഡീറിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെരിഞ്ഞായിരിക്കുന്നത്. ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം, എവിടെ വെച്ചാലും. പ്ലസ് നോക്കിക്കേ, ഇതിൻ്റെ പോട്ട് കണ്ടോ? ഒരു ടൈലാണ് ഈ പോട്ട്. ഇറ്റ്സ് എ ടൈൽ പോട്ട്. ഈ ടൈൽ പോട്ടിന് സർഫസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബേസ്മെന്റ് ഇല്ല, പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ഈസ് വെരി ഗുഡ്. ഇത് നല്ലപോലെ ഇരിക്കും. ഓ മൈ ഗോഡ്. ഗൈസ്, ഇത് കണ്ടോ? ഇത് ബാംബു ആണ്. ചെറിയ ബാംബു പ്ലാന്റ്. നമ്മൾ ഒത്തിരി വീടുകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒത്തിരി വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബാംബു പ്ലാന്റ്സ്. ഈ പ്ലാന്റ് നമ്മളിത് കാണുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഇച്ചിരി പേടിച്ചു. ബിക്കോസ് ഇത് പ്ലാസ്റ്റിക് അല്ല, സോറി, ഇത് എന്താ പറയുക, കുപ്പിയായിരിക്കും എന്ന് വിചാരിച്ചു, ചില്ലായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം പൊട്ടുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത് ചില്ലല്ല, ഇറ്റ്സ് പ്ലാസ്റ്റിക്. കണ്ടോ? ഇറ്റ്സ് വെരി, ഇത് പൊട്ടുപോയില്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ് സാധനം. പൊട്ടില്ലായിരിക്കും. ബിക്കോസ് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെയാണ് ഇത് വെക്കുന്നത്. ബിക്കോസ് നമുക്ക് വാട്ടർ മാറ്റാം, വാട്ടർ ക്ലീൻ ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിൻ്റെ റൂട്ട് അവർ ഒരു ടോയിനിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ ഈ ബാംബുവിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാംബു ബഡ് ചെയ്ത ബാംബൂസ് ആണെങ്കിൽ ഒരു ഡൗട്ടുണ്ട്. ബിക്കോസ് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെം കട്ട് ചെയ്തിട്ടുണ്ട്. എനിവേ ഇറ്റ്സ് വെരി ഗുഡ് ടു സീ. ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വളർത്തി കഴിഞ്ഞാൽ ഐ തിങ്ക് പീസ് അറ്റൈൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കുറച്ച് വെറൈറ്റി മോഡ്സ് ഓഫ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരാം. ഇത് കണ്ടോണേ, എനിക്ക് പേടിയാണ് എടുക്കാൻ, ഇത് പൊട്ടുമെന്ന് അറിയില്ല. ഇത് കുപ്പിയാണ്, മറ്റേത് പ്ലാസ്റ്റിക് ആയിരുന്നു, ഇത് കുപ്പിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട് കളർഫുൾ പെബിൾസ് ഉണ്ട്. കളറിൻ്റെ ഗ്രീൻ പെബിൾസ്, ബ്ലൂ പെബിൾസ്, വൈറ്റ് പെബിൾസ്, ബ്ലൂ പെബിൾസ്. ഈ കിടക്കുന്ന കുട്ടീനെ കണ്ടോ? ഇറ്റ്സ് എ ബുദ്ധ സ്ലീപ്പിംഗ്. ഇതൊരു സ്ലീപ്പിംഗ് ബുദ്ധ സ്റ്റാച്യു ആണ്. ഈ സ്റ്റാച്യു വളരെ പീസ് അറ്റൈൻ ചെയ്യാനും ഹാർമണി, പീസ്, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി അതൊക്കെ അറ്റൈൻ ചെയ്യാൻ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്ലീപ്പിംഗ് ബുദ്ധ സ്റ്റാച്യു ആണ്. ഇത് കണ്ടോണോ? ഒരു കരടിക്കുട്ടി. ഒരു സെക്കൻഡ്,
ഇത് കണ്ടോ, ഒരു കരടിക്കുട്ടി കിടക്കുന്ന കണ്ടോ. ഇതിനകത്ത് നമുക്ക് ചെടി വെക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് വെക്കണമെന്ന് ആഗ്രഹമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കടയിൽ വന്നിട്ട് ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാം. പ്ലാന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് പറ്റും, പോട്ട് സെലക്ട് ചെയ്യാം. പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാങ്ങിങ് പോട്ട്സ് ആവാം. ഇപ്പോൾ കടയുടെ മുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചങ്ങലയിലും കയറിലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഹാങ്ങിങ് പോട്ട്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറ്റുക, ത്രെഡിലുള്ളതാവാം. എന്താണെങ്കിലും വെരി ഗുഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു വീട്ടിൽ നമ്മൾ ഇതുപോലത്തെ ചെടികളൊക്കെ വളർത്തി കഴിഞ്ഞാൽ. ഇത് കണ്ടോ, കൊള്ളാം അല്ലേ. ഇറ്റ്സ് എ വെരി ഗുഡ്. ഇത് ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് ഇതൊരു പ്ലാന്റ് മിക്സ്ചറല്ല കേട്ടോ, ഒരു പോട്ടിൽ വന്നിരിക്കുന്ന ഒരു ഹാങ്ങിങ് ആണ് ഈ എന്താ പറയുക ഡോൾഫിൻ ഹാങ്ങിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇത് കണ്ടോളൂ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമുക്കിപ്പോൾ നമ്മളൊരു ഹൗസ് വാമിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ. ഇറ്റ്സ് അഫോർഡബിൾ. നമ്മളെ പോലുള്ള നോർമൽ ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള പീപ്പിൾസിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റുമാണ്. എന്നാൽ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ഡീസൻസി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റുമാണിത്. നമ്മളൊരു വ്യക്തിക്ക് ഇത് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ ഇട്ട് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കൂ, പൊട്ടില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ മഡ് മെയ്ഡ് പോട്ടാണ്, കറക്റ്റായിട്ട് തന്നെ പൊട്ടില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സേഫുമാണ് ഈ പ്ലാന്റ് എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ നോർമൽ ഇന്റീരിയർ പ്ലാന്റ്സ് ആണ്. വേറൊരു പ്ലാന്റ് കാണിച്ചത് വളരെ ചെറിയ ഒരു ചെടി. നമ്മളിതൊക്കെ വളർത്തുമ്പോൾ സൂക്ഷിക്കണം. ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ പറിച്ച് മാറ്റാൻ തോന്നും അല്ലേ, അങ്ങനത്തെ ഒരു ചെറിയ രീതി നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ്, നമുക്ക് കട്ട് ചെയ്തൊക്കെ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതിൽ നിർത്താൻ പറ്റും. ഞാൻ ഒരു സാധനം കാണിച്ചു തരട്ടെ. ഈ ബുദ്ധനെ കണ്ടോ, എടുത്തുന്നുണ്ടോ ഈ ബുദ്ധ? സൂപ്പർ അല്ലേ. ദിസ് ബുദ്ധ ഈസ് വെരി ഗുഡ് ടു സീ ബിക്കോസ് ആ കളർഫുൾ പെബിൾസും പിങ്കിഷ് ഷെയ്ഡുള്ള ബുദ്ധ ഇൻ വാട്ടറും പ്ലസ് വൺ ഫിഷ് കണ്ടോ, ഒരു ഫിഷ് ഇങ്ങനെ കിടന്ന് ഓടുന്നത് കണ്ടോ. നമ്മൾ കുറച്ചും മുമ്പ് എടുത്തത് തന്നെ അല്ലേ ഇരിക്കുന്ന ഉറങ്ങുന്ന ബുദ്ധച്ചേട്ടൻ. എനിവേ ഇറ്റ്സ് വെരി ഗുഡ്, അഫോർഡബിൾ ആണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം, പർച്ചേസ് ചെയ്യണം. നമ്മുടെ റൂംസും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കട തന്നെയാണ്. പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പ്ലസ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റല്ല ഒരു പ്ലാന്റ് കാണിച്ചു തരാം. ഇറ്റ്സ് റോസ് കളർ ലീഫാണ് ഇതിൽ. ഇവിടെ വരുന്നുണ്ട് റോസ് കളർ ലീഫാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബോത്ത് സെയിം ആണ്. പക്ഷേ ഇതിന് പറയുന്നത് വെച്ചാൽ ബോക്സിൽ ഒരു ഡിഫറൻസ് ഉണ്ട് പോട്ടിൽ. ഞാൻ വേറൊന്നും കാണിച്ചു തരാം, നല്ല ഭംഗിയുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് നോക്കൂ, ഇതിന് പ്ലാസ്റ്റിക് പോട്ട് കവറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂട്ട്സ് ഉണ്ട്, റൂട്ട്സ് ഇൻ വാട്ടർ ആണ്. സോ അത് സ്പെഷ്യലാണ്, നിങ്ങൾ കണ്ടിരിക്കണം. റൂട്ട്സ് ഇൻ വാട്ടർ പ്ലസ് ഇതിൻ്റെ ലീഫി ലെയറിൽ ആ ഒരു സ്ട്രക്ചറിങ്ങും ഒക്കെ നല്ല ഭംഗിയിലാണ് പോയിരിക്കുന്നത്. എനിവേ ഇതൊക്കെ വാങ്ങിച്ച് വെക്കുക. ബാക്ക് സൈഡിൽ ഐ തിങ്ക് കളർ ചേഞ്ച് ആണ്, കളർ വേരിയേഷൻ. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റിക്കിൻ്റെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കും കളർ ചേഞ്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ കൂടുതൽ വരുന്നത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നത്. എനിവേ ഇറ്റ്സ് വെരി ഗുഡ് ടു സീ ബിക്കോസ് നോക്കൂ, എനിവേ ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ നമുക്ക് ജസ്റ്റ് കടയുടെ ഒരു ഔട്ട്ലൈൻ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ബേർഡ്സ് കണ്ടോ, സ്മോൾ ബേർഡ്സ് ആണ്. ഈ ബേർഡ്സിൻ്റെ ഒക്കെ താഴേന്ന് നമുക്ക് പ്ലാന്റ്സ് കളിപ്പിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഹാൻഡിൽ വിത്ത് കെയർ. ലുക്ക് കണ്ടോ, താഴേന്ന് നമുക്ക് ഇങ്ങനെ പ്ലാന്റ്സ് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രത്യേക തരം ഡെക്കറേഷനാണ്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, നമ്മുടെ ഹാൻഡിൽ പിടിക്കുന്നത് കണ്ടോ, എടുത്തോ, കയ്യിൽ ചെടി പിടിച്ചിരിക്കുകയാണ്. കയ്യിൽ താഴെപ്പോയില് ബി സേഫ് കണ്ടോ, താഴെപ്പോയില്ല അതാണ് സേഫില്. പിന്നെ വേറെ ഒന്നും കാണിച്ചു തരാം. ഇത് കണ്ടോ ബുദ്ധ, ഇറ്റ്സ് വെരി അഫോർഡബിൾ. ഓക്കെ, 1750 ആണ് ഇതിൻ്റെ റേറ്റ്. ഇറ്റ്സ് വെരി ഗുഡ് ടു സീ. നമ്മുടെ വീട്ടിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ ഡ്രോയിങ് റൂമിലൊക്കെ ആണെങ്കിലും ഒരു ഹാങ്ങിങ് സ്പേസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ ഇടയിലൊക്കെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര താഴെ നടക്കാൻ പിടിച്ച് പോകുമെന്ന് അറിയില്ല. പക്ഷേ അല്ലാതെ നോക്കിയാൽ ഇറ്റ്സ് വെരി ഗുഡ്. ലുക്ക്, ഗ്രീൻ കളർ പെബിൾസ്, വൈറ്റ് കളർ പെബിൾസ്, താഴോട്ട് വരുമ്പോൾ മഡാണ്. കളർഫുൾ വലിയ റോക്സ് ഉണ്ട്. ഇത് ബുദ്ധ അല്ല കേട്ടോ. ഈ സ്റ്റാച്യു ആരാണ്? ഇതെന്താണ്? പിന്നെ ഇത് തോണി സർഫസ് ഉള്ള ഒരു പ്ലാന്റും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതെന്തോ ഓട്ടം സീസണിലോ അല്ലേ, ഓട്ടം സീസണിലെ ഇല പൊഴിഞ്ഞ് സ്പ്രിംഗ് സീസണിൽ ഇല വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് കരുതും. പക്ഷെ ഇതങ്ങനെയല്ല. ഇതെന്തോ സംതിങ് ടൈപ്പ് ഓഫ് ഇന്റീരിയർ പ്ലാന്റ് ആണ്. പേരൊന്നും ഇതിലില്ല. പക്ഷെ ഇറ്റ്സ് റേറ്റ് ഈസ് വെരി അഫോർഡബിൾ, ഓൺലി 400. ഈ ബോക്സ് കണ്ടോളൂ. ഈ ബോക്സ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ് ടു സീ. ഈ പ്ലാന്റ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഗുഡ് ടു സീ. ജസ്റ്റ് കം ആൻഡ് വാച്ച് ആൻഡ് വിസിറ്റ്. ഓക്കെ, ഇന്റീരിയർ
ഇതെന്ത് പ്ലാന്റാണ്? ഓർക്കിഡ് പ്ലാന്റ്. ഓക്കെ, ഇറ്റ്സ് ഇന്റീരിയർ ഓർക്കിഡ് പ്ലാന്റ് ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ ഇന്റീരിയർ ഓർക്കിഡ് പ്ലാന്റിന് എന്താ നോക്കിക്കേ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ പുറത്ത് ഓർക്കിഡ് വളർത്തുകയാണെങ്കിൽ വി ഷുഡ് പ്ലാന്റ് ഇറ്റ് ഡെയിലി, നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇന്റീരിയർ ഓർക്കിഡ് പ്ലാന്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ only once in a week അല്ലെങ്കിൽ എന്താ പറയുക 3 days കൂടി ഇരിക്കും മാത്രം നമ്മൾ വാട്ടർ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഭംഗി തന്നെ കണ്ടില്ലേ, ആ വൈറ്റ് കളർ ഫ്ലവേഴ്സ്. ഇപ്പം നമ്മൾ വീട്ടിലും ഹോളിലൊക്കെ ഈ പ്ലാന്റ് വെക്കുകയാണ്, പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ കയറി വരികയാണ് അല്ലെ, ഗസ്റ്റ്, ആസ് എ ഗസ്റ്റ്. ഇപ്പം ഞാൻ തന്നെ എന്നെ അസ്യൂം ചെയ്യണം, ഞാനൊരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, ഈ ഫ്ലവേഴ്സ് കണ്ട ഹൗ മച്ച് ഐ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ്. ഞാൻ എന്തുമാത്രം ആ വീട്ടിലും വീട്ടുകാരോടും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ട് നമ്മളോട് നിൽക്കും. ഇപ്പം തന്നെ നമ്മൾ ഈ കടയിൽ വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ കടയിൽ നിന്ന് കാണാൻ വന്നത് അല്ലേ, പക്ഷേ കടയുടെ ഇൻറ്റീരിയർ സർഫസും ഇവിടുത്തെ സ്ട്രക്ചറിങ്ങും പ്ലാൻസും എല്ലാം കണ്ടിട്ട് നമുക്ക് തോന്നി എന്താണ് ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്ന്, ആ വീഡിയോ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരണമെന്നും തോന്നുകയുണ്ടായി. ഇനി നമുക്ക് ഈ സർഫസിങ് ഉണ്ട്, പിന്നെ ഇതൊക്കെ ഈ പ്ലാൻ എനിക്ക് തോന്നുന്നു കറക്റ്റ് ഇതിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഒരു എന്താ പറയുക സൈക്ലിംഗ് സർഫസും ഗ്ലോബിലുള്ള പ്ലാന്റ്സും എനിവേ ഭയങ്കര ഒത്തിരി ഇഷ്ടമായി എനിക്ക്. പിന്നെ പ്ലോട്ട്സ് ഉണ്ട്, ആനക്കുട്ടി പോട്ട്, പിന്നെ എന്താ പറയുക ഐ തിങ്ക് സിൻഡ്രല്ല അല്ലെങ്കിൽ വെഡ്ഡിങ് ബ്രൈഡ് അല്ലേ, അതിൻ്റെ എന്തെങ്കിലും ഒരു ടൈപ്പായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. ആനക്കുട്ടി പോട്ട് താഴെ ഉണ്ട് കേട്ടോ, ഞാൻ വേണമെങ്കിൽ ഒന്നും എടുക്കാം. ദിസ് ഇസ് ആനക്കുട്ടി പോട്ട്, ഇവിടെ ആണെന്ന് തോന്നുന്നു അല്ലേ, ഇതാണ് സംഭവം. ആ കണ്ടോ, ഓക്കെ. ഇതെങ്ങനെയുണ്ട്, കണ്ടിട്ട് നല്ല ഭംഗി തോന്നുന്നില്ലേ? അംബ്രല്ല മോഡ് കണ്ടോ, അംബ്രല്ല മോഡും ആ മോഡിൽ തന്നെ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നതെന്നറിയോ, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വാങ്ങിയാൽ നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സ് ഫസ്റ്റ് ലെയറിൽ നമുക്കൊരു മെഡിസിനൽ പ്ലാന്റ് കളിപ്പിക്കാൻ പറ്റും. സെക്കൻഡ് ലെയറിൽ നമുക്കിങ്ങനെ നല്ല നീളം വരുന്ന പ്ലാന്റ്സ് എന്തെങ്കിലും ഇല്ലേ, അതെന്തെങ്കിലും കളിപ്പിക്കാൻ പറ്റും. അപ്പോൾ നോക്കിക്കുക, ഒരു സ്റ്റാൻഡിൽ തന്നെ നമുക്ക് 2 പ്ലാന്റ്സ് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. റേറ്റ് ഇറ്റ്സ് 1700 ഉള്ളൂ. ഇറ്റ്സ് അഫോർഡബിൾ, ഐ തിങ്ക് ഇറ്റ്സ് അഫോർഡബിൾ. ബിക്കോസ് 2000 താഴെയൊക്കെ വന്നാൽ നമുക്ക് അഫോർഡബിൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ബിക്കോസ് അത് മാത്രം ക്വാണ്ടിറ്റി ഇതിനുണ്ട്. അപ്പോൾ ഇത് അഫോർഡബിൾ ആണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ മാറ്റിത്തരാം. പിന്നീട് കാണിക്കാൻ പറ്റിയിട്ടുള്ള ചെടികൾ, ഈ സ്ട്രക്ചറിങ് ഒക്കെ കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ഡിസൈനാണ്. നോക്കൂ, ഡിസൈനിങ്. ഇത് ഞങ്ങൾക്ക് പണ്ട് +1 +2 പഠിച്ച സമയത്ത് ഇതുണ്ടായിരുന്നു. ഞങ്ങളുടെ ലാബിൽ, ബയോളജി ലാബിലും ഒക്കെ ഉണ്ടായിരുന്നു ഈ സാധനം. ഇതെന്ത് ചെടിയാന്നുള്ളത് അന്നേ പഠിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ ഞാനൊന്നും പഠിച്ചില്ല. ഇതെന്ത് ചെടിയാന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ. എനിവേ എനിക്കൊന്നിങ്ങനെ എന്തോ നല്ല സാധനമായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഭയങ്കര പിങ്കിഷ്, ഇത് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയ ചെടിയാണോ നോക്കിക്കേ, ഈ പോട്ട് ഞാൻ പരിചയപ്പെടുത്ത പ്ലാന്റ്. വ്യക്തി. അപ്പോൾ എനിക്കെന്തോ ഇത് കണ്ടിട്ട് എന്തോ ഒരു ഐസ്ക്രീം കഴിക്കാൻ വന്ന ഒരു വ്യക്തി പോലെ, ഒരു ഐസ്ക്രീമി ഫീല്. സൂപ്പർ അല്ലേ? അത് വിളിച്ചിട്ട് അടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീടുകളിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പ്ലാന്റ്സ് ഒന്നും വളർത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇവിടുത്തെ ഒരു രീതി വെച്ച് പറഞ്ഞല്ല, അല്ലാതെ ഞാനിങ്ങനെ കൂടുതൽ പണിയെടുക്കാത്തൊരു വ്യക്തിയാണ്. എനിക്ക് മണ്ണിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒന്നും വളർത്തുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കണ്ടതിനാൽ പക്ഷം എനിക്ക് ഇപ്പോൾ തോന്നുന്നു, എനിക്ക് എൻ്റെ റൂമിൽ, വീട്ടിലെ, ഹോസ്റ്റലിലൊന്നും പറ്റത്തില്ല, വീട്ടിൽ റൂമിൽ 2-3 ചെടിയൊക്കെ വാങ്ങിച്ച് വെച്ചാലൊന്നും തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ കോളേജ് അടയ്ക്കാൻ 2-3 ദിവസം കൂടെ മിച്ചമുള്ളൂ, അതുകൊണ്ട് തന്നെ പറ്റത്തില്ലല്ലോ വാങ്ങിയിട്ട് പോകാൻ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒന്നീ ജൂണിലോ വല്ലതും വന്നിട്ട് 2-3 പ്ലാന്റ്സ് ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ശനിയോ ഞായറോ വല്ലതും പോകാൻ അവസരം കിട്ടുമ്പോൾ കൊണ്ടുപോകണം എന്നിങ്ങനെ ധരിക്കുന്നു. ഇന്നേതായാലും പറ്റത്തില്ല. ഈ പ്ലാന്റ് കണ്ടോ, ഞാൻ കുറച്ച് മുമ്പ് പരിചയപ്പെട്ട ഓർക്കിഡ് തന്നെയാണ് കേട്ടോ. ഓർക്കിഡ് സ്പെഷ്യാലിറ്റി താഴോട്ടാണ് കിടക്കുന്നത് തൊട്ടേനിട്ട്. പിന്നെ ഇവർ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കിൽ ടോയിൻ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഒരു ഡൗട്ട് ഗൈസ്, എനിക്ക് എന്താ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഓരോ പ്ലാന്റ്സിനെ എടുത്ത് വെച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കട ഫുള്ള് ഒന്ന് ചുറ്റി കണ്ടേച്ച് വരും കേട്ടോ. ബൈ.
ഷോപ്പിൽ കയറി ഒരു ദിവസം സാധനം വെച്ചപ്പോൾ ഇഷ്ടപ്പെടും ഷോപ്പിൽ. ഞങ്ങൾ സാധനം വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടു വന്നത് ഞങ്ങളെ കുറച്ച് കൂട്ടുകാർ വന്നെന്ന് പറഞ്ഞില്ലേ, അവർ സാധനം വാങ്ങി ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ കട പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്നപ്പോൾ ഇതുവഴി ഒന്ന് കയറി ചെയ്തു. പക്ഷെ കട കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അറ്റ്മോസ്ഫിയർ ആണല്ലോ എല്ലാം കൊണ്ട് നല്ലതാ എല്ലാം. താങ്ക് യു. ഓൺലൈൻ ആയിട്ടത് കൊടുക്കുമോ? എല്ലാം വന്ന് വാങ്ങിച്ചു. ഷോപ്പ് വന്ന മേളമാണ്. വേറെ വല്ലതും ഉണ്ടോ ബ്രാൻഡ്? ഇതൊന്നും അങ്ങനെ ഇങ്ങനെ ഇതിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 350 ബ്ലാക്ക് ചെടികൾ ആസ്വദിക്കുന്ന സിസ്റ്റർ. ആണല്ലേ? പറയൂ, കടയെ പറ്റി രണ്ട് അഭിപ്രായം പറയൂ. കടയിൽ ഇനി വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും വരണം അല്ലേ? എന്തെങ്കിലും വാങ്ങണം. ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. വളരെയധികം ഇഷ്ടപ്പെട്ടു. സിസ്റ്ററിന്റെ ഫ്രണ്ട്സ് വഴിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് തന്നെ. അതാണ്, ഞാനും ചെടിയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് പക്ഷെ ചെടിയോട് അങ്ങനെ വലിയ സ്നേഹമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഫുൾ ഗ്രീൻ കളറാണ്, പക്ഷെ എങ്കിൽ തന്നെയും എങ്കിൽ തന്നെയും ഒരു ശാന്തതയൊക്കെ ഇവിടെ. അതെ, എങ്കിൽ തന്നെ ഒരു അതെന്താ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വഴി കൂടെ പോകുന്നവരും അല്ലാതെ ട്രിവാൻഡ്രത്ത് വരുന്നവരും ഒക്കെ തന്നെ ഇവിടെ വരിക, പ്ലാനറ്റ്സിൽ വരിക, ഷോപ്പ് ചെയ്യുക. നല്ലൊരു ഷോപ്പാണ്. എല്ലാവരും നല്ലപോലെ പർച്ചേസ് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ഒത്തിരി സെലക്ഷൻ ഉണ്ട്. നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. കളർഫുൾ ഐറ്റംസ് ആണ്. എല്ലാം ഭയങ്കര അഫോർഡബിൾ ആണ്. ലാസ്റ്റായിട്ട് ഒരു പ്ലാന്റ് കൂടെ പരിചയപ്പെടുത്തി തരാം. നോക്കൂ, ഈ പോട്ട് ഇറ്റ്സ് വെരി ഗുഡ്. ഭയങ്കര ഒക്ടേണൽ ഷേപ്പിലൊക്കെ ഉള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പോട്ടിന് കൊടുത്തിരിക്കുന്നത്. ഈ പ്ലാന്റ് ആണെങ്കിലും ഇറ്റ്സ് സം പ്ലാസ്റ്റിക് ലെയർ പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ്സിൽ തന്നെ ഇതിന് വളരെ ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു പ്ലാന്റ്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും ഇവിടെ വരിക, ഷോപ്പ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു വീഡിയോ ആയി നമുക്ക് കാണാം. ബൈ. അതെ. എന്താ മോനുസേ, ചൂട് മാറിപ്പോയിരുന്നു കടയുടെ. ഓക്കെ, നമുക്ക് അവിടെ പോയി ഒരു ഇതെടുക്കാം, തമ്പനിയിൽ വാ.